5 കുരുന്നുകൾക്ക് പുതുജീവനേകിയ ആലിൻ ഷെറിൻ എബ്രഹാമിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് കേരളം. സംസ്കാരം ഇന്ന് 3 മണിക്ക് പത്തനംതിട്ട മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിലാണ്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. വിവരങ്ങളുമായി ഷിജോ കുര്യനാണ് ചേരുന്നത് മല്ലപ്പള്ളിയിൽ നിന്ന്. ഷിജോ, ഗുഡ് മോർണിംഗ് എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ഷിജോ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം അങ്ങനെയൊന്നല്ല. എന്തായാലും ആലിന് ഇന്ന് വിട നൽകാൻ ഒരുങ്ങുകയാണ് ജന്മനാട്. ഒരുപക്ഷെ ഒരു കുഞ്ഞിന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെ സംസ്ഥാനം നൽകുന്ന ആദ്യത്തെ ഒരു സംസ്കാര ചടങ്ങ് കൂടിയാകാൻ സാധ്യതയുണ്ടല്ലേ ഈ ഒരു സംസ്കാര ചടങ്ങ്? പ്രവിത, അസ്മിത എന്താണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് അറിയില്ല. കാരണം എനിക്കും ഈ പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ വലിയ വിഷമമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഞാനിത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യും എന്നുള്ള അറിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് എനിക്കും ഉള്ളത്. കാരണം ഞാൻ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ആ സമയം കുഞ്ഞിൻ്റെ കൂടത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ കുഞ്ഞിൻ്റെ ചേതനയേറ്റ മൃതദേഹത്തിന് മുമ്പിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഇന്ന് രാവിലെ വന്ന് പത്രമൊക്കെ വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ വാർത്ത ഞാൻ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം വീട്ടിലൊക്കെ സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്. കാരണം 10 മാസം പ്രായമായ ഒരു കുഞ്ഞാണ് എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ അതിനെ കാണാനുള്ള ആഗ്രഹമൊക്കെ വലിയ തരത്തിലല്ല, വലിയ വിഷമമുണ്ട്. പക്ഷേ ജോലിയാണ്, അത് ചെയ്തേ പറ്റുകയുള്ളൂ എന്നുള്ള ബോധ്യം കൂടിയുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഉച്ചയ്ക്ക് 3 മണി വരെ ഈ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും നെടുങ്ങാടപ്പള്ളി സെൻറ് തോമസ് CSI പള്ളിയിൽ ഔദ്യോഗിക ബഹുമതികളോട് കുഞ്ഞിന് കേരളം വിട നൽകുക. നമുക്കറിയാം, ഇക്കഴിഞ്ഞ 5-ാം തീയതി ചിങ്ങവനത്ത് ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 10 മാസം പ്രായമായ ആലിൻ ഷെറിന് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. ഈ മസ്തിഷ്ക മരണം സംഭവിച്ചതോടുകൂടി അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് ആ കുഞ്ഞിൻ്റെ ഗ്രാൻഡ് ഫാദർ റിച്ചായൻ അതിന് സമ്മതിക്കുകയും അത് തൻ്റെ മക്കളായ അരുണിനോടും മരുമകളോടും ഒക്കെ കാര്യങ്ങൾ പറയുകയും അവർ അതിന് പൂർണ്ണ സമ്മതമൊക്കെ അറിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആലിൻ്റെ 5 അവയവങ്ങൾ പുതുജീവനേകി 5 കുരുന്നുകൾക്ക് ഒരു പുതുജീവൻ നൽകി നിത്യതയിലേക്ക് ആലിൻ മടങ്ങുന്നത്. ഹ്രസ്വകാലമാണ് ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജീവിച്ചത്. വെറും 10 മാസം എന്ന് പറയുന്നത് അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കുറഞ്ഞ കാലയളവ് മാത്രമാണ്. ആ 10 മാസം ഈ ഭൂമിയിൽ ജീവിച്ച കുഞ്ഞ് ആ ഹ്രസ്വകാലത്തിൽ നിന്ന് ഒരു നിത്യതയിലേക്ക് പോവുകയാണ്. നിത്യത എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അനശ്വരത, ഒരു അമരത്വമാണ്. അതെല്ലാവരിലും ആലിൻ എന്ന് പറയുന്ന ആ കുഞ്ഞ് ഈ നമ്മുടെയൊക്കെ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു അക്കാലം അത്രയും ആ കുഞ്ഞിൻ്റെ ഓർമ്മകൾ ഈ കേരളത്തിന് വലിയൊരു തണലായിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ലാത്തതാണ്. ഒരു പക്ഷേ ഒന്ന് ഓർത്ത് നോക്കുക, ഇന്ന് ഈ വീട്ടിലേക്ക് ആ കുഞ്ഞിൻ്റെ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാവരും കൊണ്ടുവരിക ഒരു പൂച്ചെണ്ടും റീത്തും ഒക്കെ ആയിരിക്കും. ഒരു കുഞ്ഞുള്ള വീട്ടിലേക്ക് ഒരു കളിപ്പാട്ടം വാങ്ങാതെ ആരെങ്കിലും കടന്നു ചെല്ലുമോ? ഒരു പക്ഷേ ആ കുഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വീട്ടിലേക്ക് ആദ്യമായി വരുന്ന ഒരാൾ ഉറപ്പായിട്ടും ആ കുഞ്ഞിന് കളിപ്പാട്ടവും പാവയും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുമായിട്ട് ആ കുഞ്ഞിനെ കാണാൻ വരേണ്ടതാണ്. പക്ഷേ ഇന്ന് ആ കുഞ്ഞിനെ അവസാനമായിട്ട് കാണാൻ വരുന്ന എല്ലാവരും ഒരു പൂച്ചെണ്ട് ആ കുഞ്ഞിനെ അർപ്പിക്കുകയാണ്. അമരത്വത്തിലേക്ക്, ഹ്രസ്വകാല ജീവിതത്തിൽ നിന്ന് ഒരു നിത്യതയിലേക്ക് ആലിൻ ഷെറിൻ എബ്രഹാം യാത്രയാവുകയാണ്. അങ്ങേയറ്റം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും ഒരുപക്ഷെ വരും മണിക്കൂറിൽ ഈ വീട്ടിൽ നിന്ന് കാണാൻ കഴിയുക. മല്ലപ്പള്ളി എന്ന് പറയുന്ന ഈ ചെറു ഗ്രാമത്തിൽ നിന്ന് മാത്രമല്ല, മറ്റൊരുപാട് ഇടങ്ങളിൽ നിന്ന് ഒരുപക്ഷെ കേരളം ഒന്നടങ്കം ഇവിടേക്ക് വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം കേരളം ഒന്നടങ്കം ആ കുഞ്ഞിന് വിട നൽകുകയാണ്. അങ്ങേയറ്റം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചതോടുകൂടി ആലിൻ്റെ അവയവങ്ങൾ 5 കുരുന്നുകൾക്ക് പുതുജീവനേകുന്നു എന്ന് പറയുന്നത് ഈ കേരളത്തിൽ സംബന്ധിച്ചുകൊണ്ട് അവയവദാനം ഒട്ടും പുതിയ കാര്യമല്ല. 2012 മുതൽ സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മൃതസഞ്ജീവനിലൂടെ ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഇടക്കാലത്ത് എപ്പോഴോ ഈ അവയവദാനം പിന്നോട്ട് പല കാരണങ്ങളാൽ പോയിരുന്നുവെങ്കിൽ പോലും 2023 ശേഷം അത് വീണ്ടും വലിയ തരത്തിൽ സജീവമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ആലിൻ ആ കാര്യത്തിനതും അവയവദാനത്തിനടക്കം ആലിനും ആലിൻ്റെ കുടുംബവും വലിയൊരു മാതൃക കൂടി കേരള പൊതുസമൂഹത്തിന് നൽകുന്നുണ്ട്. കാരണം സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ ഷെറിൻ എബ്രഹാം. 10 മാസം തികച്ചു പ്രായമാകുന്നില്ല. ഈ വരുന്ന ഏപ്രിൽ മാസം 14-ാം തീയതി 1ാമത്തെ പിറന്നാളുകൾ ആഘോഷിക്കാനിരിക്കെയാണ് ആ കുഞ്ഞ് 10 മാസം മാത്രം പൂർത്തിയാക്കി ഈ ലോകത്തോട് വിട പറയുന്നത്. അപ്പോൾ ആ ഒരു ചരിത്രം കൂടി കേരളത്തിൽ രേഖപ്പെടുത്തുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന ബഹുമതിയോടുകൂടി ആലിന് എല്ലാ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളും നൽകിയായിരിക്കും ആലിന് സംസ്ഥാന സർക്കാർ വിട നൽകുക. എന്തായാലും 3 മണിയോടുകൂടി നെടുങ്ങാടപ്പള്ളി CSI സെൻറ് തോമസ് പള്ളിയിലാണ് കുഞ്ഞിന് അന്ത്യവിശ്രമം. 7:30 കുഞ്ഞിൻ്റെ മൃതദേഹം മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിലാണ് കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടുന്ന് അല്പസമയത്തിനകം മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. പ്രവിത.
ഷിജോ കുര്യനാണ് മല്ലപ്പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞിനെ കാണാൻ നമുക്ക് ഒരു പരിചയമില്ലെങ്കിലും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു ആയി ആ കുഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികളല്ലാത്തവരെല്ലാവരുടെയും ഹൃദയത്തിലാണ് ആ കുഞ്ഞിന് ഇനി ഇടം എന്നുള്ളതാണ്. ഈ കുറച്ചു കാലം കൊണ്ട് വളരെ കുഞ്ഞ് ഒരു പ്രായത്തിൽ ജനിച്ച് അതിങ്ങനെ നമ്മുടെ എല്ലാം ഹൃദയം കവർന്ന് തിരിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞിനെ കാണാനായിട്ട് ഒരുപാട് പേർ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും അവസാനമായി ഒരു നോക്ക് കാണാൻ, ആദരാഞ്ജലി അർപ്പിക്കാൻ, ആ മാതാപിതാക്കളെ ഒന്ന് കണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ, അവരെ ചേർത്ത് നിർത്താൻ ഒരുപാട് പേര് അവിടേക്ക് എത്തുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ മൃതദേഹം കാണാനും കരച്ചിലോടെ കണ്ണീരോടെ അല്ലാതെ ഒരാളും അവിടെ നിന്ന് കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഷിജോ കുര്യൻ സംസാരിക്കുമ്പോൾ തന്നെ ഷിജോ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ വൈകാരികമായിട്ടുള്ള ഒരു, നമ്മളെപ്പോഴും ആത്യന്തികമായിട്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ്. പലപ്പോഴും ഇതുപോലെയുള്ള ഇടങ്ങളിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം കുഞ്ഞിൻ്റെ മുഖം കണ്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും അതേ അവസ്ഥയിലാണ് അവിടെ കാണാൻ വരുന്ന ഓരോ മനുഷ്യരും. അതേ മാനസികാവസ്ഥയിലാണ്, വല്ലാത്ത വേദനയിലാണ് അവരെല്ലാവരും കടന്നു പോകുന്നത്. ഇന്നിപ്പോൾ 3 മണിക്കാണ് സംസ്കാരം. അപ്പോൾ അതിനു മുൻപ് രാവിലെ മുതൽ പൊതുദർശനം, ഒരു ചെറിയ രീതിയിൽ ഒരു പൊതുദർശനം എന്നുള്ള രീതിയിൽ അത് സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒരു കുഞ്ഞ് ശരീരമാണത്, പക്ഷേ ഒരുപാട് പേർ കാണാൻ വരും. അപ്പോൾ ഇന്നത്തെ ദിവസം ഔദ്യോഗിക ബഹുമതികളോടെ കുഞ്ഞിന് അവസാനത്തെ യാത്രയയപ്പ് നൽകുമ്പോൾ നിരവധി പേർ, ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അയൽക്കാരുണ്ട്, ഇതാരുമല്ലാത്ത അവനെ സ്വന്തമായി ഹൃദയത്തിലേറ്റിയ ഒരുപാട് മനുഷ്യർ അവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഷിജോ കുര്യൻ തുടരുന്നുണ്ട് അവിടെ നിന്ന്. ഷിജോ, അപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ രാവിലെ മുതൽ ഒരുപാട് പേരെത്തുന്നുണ്ട്. ഒരുപാട് പേര് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ കുഞ്ഞിനെക്കുറിച്ചും കുഞ്ഞിൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും ചില സമയത്തൊക്കെ നമുക്ക് വാക്കുകളിലൂടെ ഒന്നും വിവരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുമുണ്ട്. ഷിജോ അവിടെ നിൽക്കുന്ന ഒരവസ്ഥയും നമുക്കറിയാം. എങ്കിലും നമുക്ക് നമ്മുടെ ജോലിയാണ് ഈ വിവരങ്ങൾ അപ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. ഷിജോ പറയും. സ്മിത, ഇപ്പോൾ മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ അവിടെ ഒരു ചെറിയൊരു പൊതുദർശനത്തിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, 100 കണക്കിന് ആളുകൾ ആ കുഞ്ഞിന് അവസാനമായിട്ട് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് അടക്കം വരികയാണ്. എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വരുന്നത്? ഇപ്പോൾ ഈ നാട്ടിലുള്ള ആ കുഞ്ഞിനെ അറിയാവുന്ന, ഈ കുടുംബത്തെ അറിയാവുന്ന ആളുകൾ മാത്രമല്ല ആ കുഞ്ഞിനെ അവസാനമായിട്ട് കാണാനായിട്ട് ആ ആശുപത്രിയിലേക്ക് അടക്കം വരുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഒരു 7:30 വരെയാണ് അവിടെ ഇപ്പോൾ ഒരു പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ നിൽക്കുന്ന വാലുമണ്ണിൽ വീട്ടിലേക്ക് കൊണ്ടുവരും. ഈ വീട്ടിൽ കൊണ്ടുവന്ന് മണിക്കൂറുകൾ നീളുന്ന ഒരു പൊതുദർശനമായിരിക്കും. അതിനകത്ത് എല്ലാ ബഹുമതികളും ആ കുഞ്ഞിന് കേരള പൊതുസമൂഹം മൊത്തത്തിൽ നൽകുകയാണ്. ഇതുവരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത തരത്തിൽ ഒരു നിത്യതയിലേക്ക് ആലിൻ ഷെറിൻ എബ്രഹാം പോകുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും നൽകുന്ന വലിയൊരു തണലുണ്ട്. കാരണം ഏതൊക്കെ തരത്തിലുള്ള മാതൃകകളാണ്, ഏതൊക്കെ തരത്തിലുള്ള പുതുജീവനാണ് ആ കുഞ്ഞ് നൽകുന്നത് എന്നുള്ളത് കൂടി കേരള പൊതുസമൂഹം അങ്ങേയറ്റം തുറന്ന ഹൃദയത്തോടു കൂടി തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച. എത്രയൊക്കെ വേദനകൾക്കിടയിലും ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ആ മാതാപിതാക്കൾ തീരുമാനിക്കുമ്പോൾ ആ മാതാപിതാക്കൾ കേരള പൊതുസമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന, കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ആ കേരളത്തെ ചേർത്ത് പിടിക്കാൻ കാണിച്ച അവരുടെ മനസ്സിനെയും അവരുടെ കുടുംബത്തെയും കേരള പൊതുസമൂഹം മൊത്തത്തിൽ ചേർത്ത് പിടിക്കുന്ന, അവരെ കെട്ടിപ്പുണരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ആ ആശുപത്രിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ആലിൻ ഷെറിൻ എന്ന് പറയുന്ന 10 മാസം പ്രായമായ കുഞ്ഞിനെ അറിയാവുന്നവർ മാത്രമല്ല ഇപ്പോൾ ആശുപത്രിയിലേക്ക് വരുന്നത്. ഒരുപക്ഷെ വാലുമണയിൽ കുടുംബത്തെ അറിയാവുന്ന ആളുകൾ മാത്രമായിരിക്കില്ല ഇന്ന് ഈ വീട്ടിലേക്കും വരിക. ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് മനസ്സുകൊണ്ട് ഇവിടേക്ക് വരാൻ കഴിയാത്തവർ ഒരുപക്ഷെ മനസ്സുകൊണ്ട് ഈ കുടുംബത്തിനൊപ്പം ചേർന്ന് നിൽക്കും. ഇന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ടും ഈ കുടുംബം കേരളത്തിൻ്റെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം ഈ കുടുംബത്തിനുണ്ടാകും, ആലിൻ ഷെറിൻ ഉണ്ടാകുമെന്നുള്ള കാര്യമൊക്കെ തീർച്ചയാണ്. ഒരു തരത്തിലും അവർ ആരുടെയും ഒന്നുമല്ലാതായി തീരുന്നില്ല. എല്ലാവരുടെയും എല്ലാമായിട്ടാണ് ആലിൻ ഷെറിൻ എബ്രഹാം ഈ ലോകത്തിൽ നിന്ന് നിത്യതയിലേക്ക്, അമരത്വത്തിലേക്ക് പോകുന്നത്. ആ കുഞ്ഞിൻ്റെ ശരീരം മാത്രമാണ് ഈ ഇവിടെ ഇല്ലാത്തത്, അല്ലെങ്കിൽ ഈ വീട്ടിലില്ലാത്തത്. ആ കുഞ്ഞിൻ്റെ ഓർമ്മകൾ, അതിൻ്റെ ചിരി. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആളുകളൊക്കെ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കുഞ്ഞിൻ്റെ മുത്തച്ഛൻ റവിച്ചാൻ പറയുന്നൊരു കാര്യമുണ്ട്, കാറിൽ കയറാൻ വലിയ ഇഷ്ടമായിരുന്നു ഈ ആലിൻ ഷെറിന്. ആര് കാറിൽ കയറിയാലും കൂടെ കയറാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുമായിരുന്നു. നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെ അറിയാം. ഒരു 10 മാസം പ്രായമായ ഒരു കുഞ്ഞിൻ്റെ മുമ്പിൽ കൂടെ ഒരു വാഹനം കടന്നു പോകുമ്പോൾ അത് വലിയ കൗതുകത്തിൽ നോക്കി നിൽക്കാറുണ്ട്. ഇപ്പോൾ ആ ഒരു വാഹനം പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ
ചീറിപ്പായുമ്പോൾ ഭയങ്കര കൗതുകത്തോടു കൂടിയാണ് അത് നോക്കിയിരിക്കുന്നത്. ഒരു കാറിൽ കയറിയാൽ ആ കാറിൻ്റെ സ്റ്റിയറിംഗ് കറങ്ങുന്നതും സ്റ്റിയറിംഗിൽ പിടിക്കാനും ഗിയറിൽ പിടിക്കാനും ഒക്കെ ഒരു കുഞ്ഞ് കാണിക്കുന്ന വ്യഗ്രത, അതിൻ്റെ ജിജ്ഞാസയൊക്കെ നമ്മൾ എപ്പോഴും ഒരു കുഞ്ഞിനെ താലോലിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുപോലെ അത്രയും ഇഷ്ടമായിരുന്നു ആലിന് കാറിൽ കയറിയുള്ള യാത്ര. കാറിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണും, ചിരിക്കും. അങ്ങനെ ഒരുപാട് ചിരിക്കുന്ന ഒരു കുഞ്ഞു മാലാഖയായിരുന്നു ആലൻ ഷെറിൻ. അങ്ങനെ ആ ഒരു യാത്രക്കിടയിലാണ് അങ്ങനെ ഒരു യാത്രയാണ് ആലിൻ്റെ ജീവൻ കവർന്നത്. അങ്ങനെ ആലിൻ നിത്യതയിലേക്ക് പോവുകയാണ്. ആലിൻ്റെ മൃതദേഹം ഇപ്പോൾ മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു പൊതുദർശനത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു. അവിടെ നൂറുകണക്കിന് ആളുകൾ, ആശുപത്രിയിലുള്ള ആളുകൾ, മറ്റു രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകാർ, ആലിനെ അറിയാത്തതായിട്ടുള്ള ഒരുപാട് ആളുകൾ ആ ആശുപത്രിയിലേക്ക് അടക്കം ഇപ്പോൾ ഒഴുകിയെത്തുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ആശുപത്രിയിലെ പൊതുദർശനമാണ്. അതിനുശേഷം വാലുമണ്ണിലെ ഈ വീട്ടിലേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന മല്ലപ്പള്ളിയിലെ വാലുമണ്ണിൽ കുടുംബത്തിലെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇവിടെ പ്രത്യേകമായിട്ട് അതിനുള്ള ക്രമീകരണം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ഈ വീട്ടിലേക്ക് വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ആ ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആളുകൾക്ക് ഇരിക്കാനും ആ കുഞ്ഞിനെ അവസാനമായി ഒന്ന് കണ്ട് യാത്ര നൽകാനുമുള്ള ക്രമീകരണം ഈ വീട്ടിലും ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ജോലിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോഴും ഇവിടേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്ന പോലെ ആ ഒരു കുഞ്ഞ് നമുക്ക് എല്ലാവർക്കും വലിയൊരു മാതൃക നൽകിയാണ് ഈ ലോകത്തിൽ നിന്ന് പോയിട്ടുള്ളത്. തീർച്ചയായും മാതൃക നൽകുന്ന മാതാപിതാക്കളെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അവരുടെ വിഷമഘട്ടത്തിലും ഇത്തരത്തിലൊരു അവയവദാനത്തിന് തയ്യാറായതും ഒരു കുഞ്ഞുകുട്ടി 10 മാസം മാത്രം പ്രായമായ ആ കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ആ മാതാപിതാക്കൾ കാണിച്ച മനസ്സിനെ പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അവരുടെ ആ സങ്കടത്തിൽ പങ്കുചേരുക മാത്രമാണ് നമുക്ക് ഇനി മുന്നോട്ട് ചെയ്യാനാവുക. എന്തായാലും ഇതൊരു പുതിയ എക്സാമ്പിളാണ്. അതായത് നമുക്ക് ഇതുവരെ 10 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ അവയവം ദാനം ചെയ്തു എന്നുള്ളത് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒന്നാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു അവയവദാനം നടക്കുന്നതും. ആ കുഞ്ഞ് 3 പേരിലൂടെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കാനിരിക്കുകയാണ്. മാത്രമല്ല പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങ് നടക്കാനിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.